എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വടുകപ്പുളിയുള്ള നാരങ്ങ അച്ചാറും പിന്നെ അവിയലുമാണ്. അപ്പോൾ നാരങ്ങ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഓണത്തിന് വളരെ വിശേഷമാണല്ലോ ഇത്, വടുകപ്പുളിയല്ലേ നാരങ്ങ. അപ്പോൾ അതിൻ്റെ കുരു എല്ലാം കളഞ്ഞ് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. ഓണസമയത്ത് മാത്രം കിട്ടുന്ന ഇവിടെയൊക്കെ നമുക്ക് ഈ നാരങ്ങ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പക്ഷെ നല്ല ടേസ്റ്റാണിത്. ചെറിയൊരു കയ്പോടി, അതിൻ്റെ തൊലിയൊന്നും ഞങ്ങൾ കളയാറില്ല സാധാരണ. അപ്പോൾ ചെറിയൊരു കയ്പ്പ് കാണും. കുറച്ച് ദിവസം ഇരുന്ന് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും. അത് കനം കുറച്ച് കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. പിന്നെ ഓണമൊക്കെ എല്ലാവർക്കും ഇടം വരെയായി. ഇന്ന് ഉത്രാടമല്ലേ, ഉത്രാടപ്പാച്ചിലല്ലേ എല്ലാവർക്കും. ജോലി, ഒരുപാട് ജോലികളല്ലേ. അപ്പം ഓണത്തിന് ഇതുപോലെ അച്ചാറൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നാരങ്ങയെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് എരിവിന് നല്ല എരിവായതുകൊണ്ട് ഒരു 3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ. 3 മുളക് ചെറുതായി അരിയിടാം. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നതാണ് നമുക്ക് അച്ചാറിന് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാകുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയൊക്കെ വരുമ്പോൾ അതിലേക്ക് 2 മുളക് മുറിച്ചിട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 2 തണ്ട് കരിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ഒരു 4 ടീസ്പൂൺ മുളക് പൊടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഗ്യാസ് ഓഫ് ചെയ്ത് ഒന്ന് തണുത്തതിന് ശേഷം മാത്രമാണ് ഞാനതിലേക്ക് മുളക് പൊടി ചേർത്തത്. അല്ലെങ്കിൽ അതിൻ്റെ കളറെല്ലാം മാറി നമുക്ക് കളറും രുചിയും നഷ്ടപ്പെടും. അതുകൊണ്ട് അപ്പം അതിനുശേഷം മുളക് പൊടി അതിലൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അത് മുളകൊക്കെ എല്ലായിടും ഒന്ന് പിടിക്കുന്നവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇത്രയുള്ള നമുക്കിനി ഗ്യാസ് ഓൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാ സൈഡും ഒരുപോലെ മുളക് പിടിക്കത്തക്ക രീതിയിൽ നമുക്ക് ഇളക്കിയെടുക്കാം. മുളകൊക്കെ എല്ലാം ഒരുപോലെ പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തിളപ്പിച്ച് ആറിച്ച് വെച്ചിരിക്കുന്ന ഒരു 3/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള വെള്ളമായിട്ടുണ്ടല്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർക്കാനുണ്ട്. കായപ്പൊടിയും ഉലുവാപ്പൊടിയും ചേർക്കണം. കായ ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ചേർക്കാൻ നല്ല സ്വാദല്ലേ ചേർക്കുമ്പോൾ. പിന്നെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള നാരങ്ങ അച്ചാർ പോലെ നമുക്ക് തയ്യാറാക്കാം. സദ്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ ഇത്, നാരങ്ങ അച്ചാർ അല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് ബോട്ടിലാക്കി കുറേ ദിവസം നമുക്കിതുപോലെ സൂക്ഷിക്കാവുന്നതാണ്. വിനാഗിരി ഒന്നും ഞാനിതിൽ ഉപയോഗിച്ചിട്ടില്ല.
ഇനി നമുക്ക് ഓണം സ്പെഷ്യൽ അവിയൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കുമ്പളങ്ങ, പടവലങ്ങ, ക്യാരറ്റ്, പയർ, ചേന, മുരിങ്ങയ്ക്ക, മാങ്ങ ഇതെല്ലാം ചേർത്ത് നമ്മൾ അവിയലുണ്ടാക്കാം. എല്ലാ കഷ്ണങ്ങളും നമുക്ക് ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം. പല കഷ്ണങ്ങൾ ചേർന്നുകൊണ്ട് കുറച്ച് എടുത്താൽ മതിയാവും. എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ധാരാളം കാണും. ഇത് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം കുമ്പളങ്ങ, പയർ, ചേന എല്ലാം എടുത്തിരിക്കുന്നത്. ഈ ഓണത്തിന് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം നിങ്ങൾ കേട്ടോ. അവിയൽ പയർ നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഏകദേശം എല്ലാം ഒരേ വലുപ്പത്തിൽ അരിഞ്ഞെടുക്കണം. ഒരു മുരിങ്ങയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അതും അതൊന്ന് ചിരണ്ടിയിട്ട് നമുക്കിതുപോലെ അരിഞ്ഞെടുക്കണം നീളത്തിൽ. ഇതെല്ലാം ഇനി സെപ്പറേറ്റ് അങ്ങ് കഴുകിയെടുക്കാം. ചേന തീരെ കനം കുറച്ച് അരിയണം, അല്ല ചില ചേന വേവാനൊക്കെ താമസം ഉണ്ടാവും. അത്രയും കനം കുറച്ച് നമുക്കിത് അരിഞ്ഞെടുക്കാം. നമ്മളെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. കുമ്പളങ്ങയും ഇതുപോലെ അരിഞ്ഞെടുക്കാം. പച്ചമാങ്ങ ചേർക്കുന്നുണ്ട്. ഒരു സാധാരണ തൈര് അല്ലെ മാങ്ങ, പുളി ഇതൊക്കെയാണ് ചേർക്കാറുള്ളത്. ഞാൻ ഇതിനകത്ത് മാങ്ങയാണ് ചേർക്കുന്നത്. ഒരു മുറി മാങ്ങ ചേർത്താൽ മതിയാവും. കുമ്പളങ്ങ, വെള്ളരിക്ക ഏതാണെങ്കിൽ നമുക്കിത് എടുക്കാവുന്നതാണ്. ഉത്രാടമായതുകൊണ്ട് എല്ലാവരും നല്ല തിരക്കിലാണല്ലേ. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം കഴുകിയെടുത്ത് ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിക്ക് പിടിക്കാതിരിക്കും, അതിനായിട്ടാണ്. പിന്നെ കൂടുതൽ വേവുള്ള ചേന ഇട്ട് കൊടുക്കാം. പിന്നെ ഓരോ കഷ്ണങ്ങളും അതിൻ്റെ കൂടെ തന്നെ മുരിങ്ങയ്ക്കായും കുറച്ച് വേവുണ്ടല്ലോ, നമുക്ക് അതിൻ്റെ കൂടെ ചേർക്കാം. നമ്മളിതിന് കുക്കറൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. മുരിങ്ങയ്ക്ക ചേർത്തു. പിന്നെ പയർ, കായ, ഏത്തയ്ക്ക ചേർത്തു. പടവലങ്ങ, ക്യാരറ്റ് എല്ലാം ചേർത്തിട്ടുണ്ട്. മാങ്ങ നമുക്കൊന്ന് തിളച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി എരിവിന് ആവശ്യമുള്ള ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. കുമ്പളങ്ങ, ഒരു പച്ചമുളക്, നല്ല എരിവുള്ളതായതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് മാത്രമേ ഇതിലേക്ക് കീറിയിടുന്നുള്ളൂ. പിന്നെ മുളക് പൊടി ഉണ്ടല്ലോ. പിന്നെ വേവാൻ അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക്. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. ഒരു 1/4 കപ്പ് വെള്ളം, അത് മതിയാകും. കഷ്ണങ്ങളെല്ലാം പെട്ടെന്ന് വെന്ത് കിട്ടുന്നതായതുകൊണ്ട്. ഇതിനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് കൂട്ടി എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വയ്ക്കുക. അങ്ങനെ ആവിക്ക് നമുക്കിത് വേവിച്ചെടുക്കാനുള്ളതാണ്. അടച്ച് വെച്ച് ഒരു 4-5 മിനിറ്റോളം നമുക്ക് തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ കഷ്ണങ്ങളെല്ലാം ഒന്ന് തിളച്ച് വരുമ്പോൾ, ആവി വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം.
ഒരു മുറി മാങ്ങ മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇതിലേക്ക്. മാങ്ങയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. വീണ്ടും അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ, പെട്ടെന്നായില്ലേ. ആ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. തേങ്ങ, ജീരകം, അല്പം മഞ്ഞൾ, നല്ലൊരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. വെള്ളമില്ലാതെ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കണം. ജീരകം, അല്പം മഞ്ഞൾ, ഒരു കളറിന്, തേങ്ങയ്ക്കൊരു കളർ കിട്ടാനായിട്ടാണ് പൊടിച്ചു വെച്ചിട്ടുണ്ട്. കഷ്ണം കണ്ടില്ല, നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചേനയും മുരിങ്ങക്കായൊക്കെ വെന്ത് വന്നു. അടുത്തായി നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് തേങ്ങയുടെ പച്ചവാസന ഒന്ന് മാറുന്നത് വരേക്കും നമുക്ക് അല്പം ഒരു 2 തണ്ട് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി ഒന്ന് ആവി വരുന്ന വരെ വയ്ക്കുക. ഒരു മിനിറ്റൊക്കെ കഷ്ടിച്ചാൽ മതിയാവും. പിന്നെ വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കരിവേപ്പിലയും ആണ് ഇതിനേറ്റവും നമ്മൾ അവിയലിന് ടേസ്റ്റ് കൊടുക്കുന്നത്. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓണം സ്പെഷ്യൽ, സദ്യ സ്പെഷ്യൽ അവിയൽ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പം ഞാൻ തയ്യാറാക്കിയ നാരങ്ങ അച്ചാറും അവിയലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസുകളൊക്കെ രേഖപ്പെടുത്തണം. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.